ഈ സൗരയൂഥത്തിന്റെ രഹസ്യങ്ങളുടെ എല്ലാ ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും. നീ കണ്ടോ? അഴിച്ചോ അഴിച്ചോ. മാനം നോക്കിയിരിക്കാതെ എയർപോർട്ടിൽ പോകാൻ അച്ഛൻ പറഞ്ഞു. ജേട്ടൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു, കുട്ടികൾ എവിടുന്ന് പോന്നെന്ന്. ഫോർ എക്സാമ്പിൾ, ശനി അഥവാ സാറ്റേൺ, ദ പ്ലാനറ്റ് ഓഫ് മിസ്റ്ററി. അമേരിക്കക്കാരും റഷ്യക്കാരും തലകുത്തി നിന്നിട്ടും 13 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 14 ഞാൻ കണ്ടുപിടിച്ചു. അവിടെ നിൽക്കണ കുട്ടാ, അവിടെ നിൽക്കേ. ചേട്ടൻ ഇവിടുന്ന് പാടുണ്ടോ മോനെ? പോവല്ലടാ മോനെ. മോനെ എടാ കുട്ടാ. എന്തായിരിക്കും? ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്. ഹലോ, സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ? ഞാൻ മനുവാണ്. നമ്പ്യാറുണ്ട് അവിടെ? വന്നിട്ടില്ലേ? വന്നാ ഞാൻ വിളിച്ചു പറയണേ. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. മനുങ്ങളെ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതാ. വി ആർ ഇൻ ഡേഞ്ചർ. എന്താടാ? ഹലോ, മനുങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കൂവിയത്? കൂവിയതല്ലടാ, ഒരു ശാസ്ത്രജ്ഞന്റെ ആഹ്ലാദം. എന്തോന്ന്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഓ പിന്നെ എടാ, നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു. അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു. കുഴയുമല്ലോ. കുഴയും. പക്ഷെ കുഴയുന്നതിന് മുമ്പ് ഞാനൊരു നോബൽ സമ്മാനം അടിച്ചെടുക്കും. മനുവങ്കിളേ, ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഈറ്റി, പാറ്റ, നമ്മുടെ പാറ്റ, ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ.